ആമി, എന്താ ആമി തനിച്ചിരിക്കുന്നത്? അങ്ങനെ തോന്നി. വല്ലപ്പോഴും അങ്ങനെ വേണ്ടേ? പാടില്ല. ആമി ഇങ്ങനെ തനിയെ മാറിയിരിക്കുമ്പോ, ആമിയുടെ കണ്ണെന്ന് നിറയുമ്പോ ഈ വീട് മുഴുവൻ പിടക്കുകയാണ്. ആമി എന്ന ന്യൂക്ലിയസിന് ചുറ്റുമാണ് ഇവിടെ എല്ലാവരും ജീവിക്കുന്നത്. അവരെ ഒന്ന് വേദനിപ്പിക്കാതിരുന്നൂടെ? മനഃപൂർവ്വമല്ല. എനിക്ക് ചിലപ്പോഴൊന്നും കഴിയുന്നില്ല. ചിലപ്പോ എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാനേ കഴിയും. അതും ഞാൻ പറഞ്ഞില്ലേ, ജന്മം തന്നവരുടെ ക്യാരക്ടറിന്റെ ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ കുഴപ്പമാവും. തേങ്ങ കൊലയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ആമി, എന്താ കുഴപ്പമെന്നറിയോ? തന്റെ കണ്ണിലൂടെ തന്നെ തന്നെ കാണുന്നതിലുള്ള കുഴപ്പമാണ്. താൻ തന്നെയാണ് എല്ലാറ്റിലും വലുതെന്നുള്ള ഒരുതരം സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. എന്നെ കുറിച്ച് അറിയോ ആമിക്ക്? ഞാനും ഒരു അനാഥനാണ്. A born of. Like me? Not at all like you. ആമിക്കൊരു അച്ഛനുണ്ട്, അമ്മയുണ്ട്, മുത്തശ്ശൻ, മുത്തശ്ശി, അങ്ങനെ ഒരുപാട് പേർ. അവർ തന്നെ ദത്തെടുത്തതല്ല, സ്വന്തമാക്കിയതാണ്. എന്റെ കഥയിൽ അങ്ങനെ ആരുമില്ല. റൂക്സ് ആൻഡ് വെൽസ് എന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ കമ്പനിയാണ് എന്നെ വളർത്തി വലുതാക്കിയത്. ബോർഡിംഗ് സ്കൂളിലും പിന്നെ കോളേജിലും മുടങ്ങാതെ മാസം തോറും ആ കൽക്കട്ട ബേസ് കമ്പനിയുടെ മണി ഓർഡർ എത്തിയിരുന്നു. തിരിച്ചറിവിന്റെ പ്രായം എത്തിയപ്പോ ഞാൻ അന്വേഷണം തുടങ്ങി. റൂക്സ് ആൻഡ് വെൽസ് എന്ന കമ്പനിയും ഞാനുമായുള്ള ബന്ധം. തന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്ത് ജനറ്റിക് ചുറ്റിക്കളിയാണ് ഇതിന്റെ പിറകിലെന്നറിയാൻ അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഒരു ദിവസം ഞാൻ ചെന്നു. രക്ഷകർത്താവായ കമ്പനി തേടി കൽക്കട്ടയിൽ. പക്ഷേ ഇളം മഞ്ഞ നിറമടിച്ച വിക്ടോറിയൻ ബിൽഡിംഗ് അടച്ചിരുന്നു. കമ്പനി വൈൻഡപ്പ് ചെയ്തു. സായിപ്പന്മാർ തിരിച്ചുപോയി. വെറുതെ അങ്ങ് പോയതല്ല, കണക്കില്ലാത്ത ഒരു വലിയ തുക എന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ട് ഒരു ധനികനായ അനാഥനാക്കി എന്നെ മാറ്റിയിട്ട് എന്റെ പേtrons പോയി. മാന്ത്രിക വിദ്യ കൊണ്ട് രാജകുമാരനായി മാറിയ തെണ്ടിച്ചെറുക്കന്റെ കഥ. ഒരു മുത്തശ്ശി കഥ പോലെ വിചിത്രം. വേദനിക്കുകയും കണ്ണീരൊഴുക്കുകയും ചെയ്ത കാലം പണ്ടേ പോയി. ഇന്ന് ഞാൻ ശ്രമിക്കുന്നത് മുഴുവൻ ആരെയും വേദനിപ്പിക്കാതിരിക്കാനാണ്. കഴിയുമെങ്കിൽ ആർക്കെങ്കിലും നന്മ ചെയ്യാൻ, ആരെങ്കിലും സ്നേഹിക്കാൻ. എനിക്കത് കഴിയുന്നുണ്ട്. ആമിക്കും അത് മാത്രം ചെയ്തൂടെ? എനിക്ക് മനസ്സിലാവുന്നു. ഇനി തന്റെ ഉള്ളിൽ അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേ, ആരോടെങ്കിലും പറഞ്ഞ് അതിന്റെ ടെൻഷൻ കളയും. ചിലപ്പോ എനിക്കത് ഡെന്നിസിനോട് പറയാനാവും. I think so. Good. ഡെന്നിസ്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാവുന്നു. ഒരു നല്ല ഫ്രണ്ട് നിങ്ങൾക്കതാവാൻ കഴിയും.